ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും കഥകൾ കൂടിച്ചേർന്നതാണ് ഓരോ കലോത്സവം. അങ്ങനെ ഒരു കഥയാണ് ഈ കേരള നടന മത്സരാർത്ഥിക്കും പറയാനുള്ളത്. കലോത്സവം എന്നാൽ വർണ്ണാഭമായ നിമിഷങ്ങൾ മാത്രമല്ല, ചില ത്യാഗങ്ങളും സങ്കടങ്ങളും കൂടിയുണ്ട്. നമ്മുടെ കൂടെ കേരള നടനത്തിൽ പങ്കെടുത്ത ഒരു മത്സരാർത്ഥിയുണ്ട്, ഒന്ന് പരിചയപ്പെടാം. മോളെ പേര്? ശ്രീനന്ദ ബാബു. ശ്രീനന്ദ എവിടെയാ ജില്ല? ഇടുക്കി. ഇടുക്കി ജില്ലയിൽ നിന്നാണ് ശ്രീനന്ദ വരുന്നത്. മോളുടെ ടീച്ചറാണല്ലേ? ടീച്ചറുടെ പേര്? രമ്യ ഹരീഷ്. രമ്യ ഹരീഷ്. ആദ്യ കാഴ്ചയിൽ എൻ്റെ അടക്കം മനസ്സിൽ ആദ്യം വരുന്നത് ഈ മോളുടെ അമ്മയാണെന്നാണ്. പക്ഷേ അമ്മ എന്ന് തന്നെയാണ് ഈ മോൾ എപ്പോഴും വിളിക്കാറുള്ളത്. ഈ മോളുടെ അമ്മ എവിടെയാണ്? അമ്മ കുവൈറ്റിലാണ്. അമ്മ കുവൈറ്റിലാണ്. എന്താണ് കുവൈറ്റിലേക്ക് പോകാൻ കാരണം? ഞങ്ങളുടെ ജീവിത സാഹചര്യം വെച്ച് പിന്നെ ചേട്ടായി ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുകയാണ്. പിന്നെ എനിക്ക് കലോത്സവത്തിൻ്റെ കാര്യങ്ങളും വീട്ടിൽ റെൻറ്റിനാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ കൂടെ കാര്യങ്ങളും ഒത്തിരി പോകാൻ വേണ്ടിയിട്ട് പോയതാണ് പുറത്തേക്ക്. രണ്ടുപേരുടെയും അച്ഛൻ്റെയും അമ്മയുടെയും ജോലി അല്ലെങ്കിൽ അവരുടെ ശമ്പളം കൊണ്ട് കൂട്ടിമുട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരാളുടെ ശമ്പളം കൊണ്ട് മാത്രം പോകുന്നില്ല. അപ്പം മോളിപ്പോൾ എത്ര കൊല്ലമായി കലോത്സവത്തിൽ പങ്കെടുക്കുന്നു? ഞാൻ UKG മുതൽ ഡാൻസ് പഠിക്കുന്നതാണ്. ഒരു 3ാം ക്ലാസ് മുതലാണ് ഞാൻ കലോത്സവത്തിന് കയറി തുടങ്ങിയത്. അപ്പം അമ്മ ഇപ്പം കൂടെ ഇല്ല, ദൂരെയാണ്. അപ്പം ഇതിന് മുമ്പത്തെ കലോത്സവങ്ങളിലൊക്കെ അമ്മയുണ്ടായിരുന്നു കൂടെ? കൂടെ ഉണ്ടായിരുന്നു. എപ്പോഴാണ് അമ്മ പോയത്? അമ്മ ഇപ്പോൾ പോയിട്ട് 1 മാസമായതേ ഉള്ളൂ. 1 മാസത്തോളമായി. അപ്പം ഇതിന്റെ പ്രാക്ടീസ് സമയങ്ങളിലൊന്നും അമ്മ ഇല്ലായിരുന്നു? അപ്പോൾ ടീച്ചറായിരുന്നു ഒപ്പം ഉണ്ടായിരുന്നത്? അതെ. ടീച്ചർ എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട് എപ്പോഴും ടീച്ചറാണ്. ടീച്ചർ അമ്മയാണല്ലേ? ടീച്ചർ അമ്മയാണ്, അമ്മ തന്നെയാണ് എപ്പോഴും. മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ. അതെ, ആ ടീച്ചർ തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ പിൻബലം എന്ന് പറയുന്നത്. ആ ഒരു സപ്പോർട്ടാണ്, ആ ഒരു പിന്തുണയാണ് മോളുടെ കുടുംബത്തിനടക്കം ഒരു വലിയൊരു താങ്ങായി നിൽക്കുന്നത്. എന്തായാലും A ഗ്രേഡ് നേടി. A ഗ്രേഡും കൊണ്ടാണ് തിരിച്ചു പോകുന്നത്. വലിയ സന്തോഷമായില്ലേ? സന്തോഷമായി. ഇനിയും കലോത്സവങ്ങളിലേക്ക് തീർച്ചയായും. അന്ന് ഇനി അമ്മയുണ്ടാവും. ഇനി അടുത്ത കലോത്സവത്തിന് അമ്മ 2 വർഷം കഴിഞ്ഞിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 2 കലോത്സവങ്ങൾ കഴിഞ്ഞു പോകും. പക്ഷേ ഇതറിയുമ്പോൾ അമ്മയ്ക്ക് വലിയ സന്തോഷമാവും. സന്തോഷം. അമ്മയെല്ലാം ലൈവായിട്ട് കാണിച്ചു കൊടുത്തായിരുന്നു. ഇന്നലെയും ഇന്നും ലൈവായിട്ട് കാണിച്ചു കൊടുത്ത് ഭയങ്കര സന്തോഷമായി. കാര്യം ഇവിടെ തിരുവനന്തപുരത്ത് ഇത്രയും വലിയൊരു ഈ വേദിയിൽ ഞങ്ങൾക്ക് ഈ മോൾക്ക് ചെയ്യാൻ കഴിഞ്ഞത് ഭയങ്കര ഒരു സന്തോഷമാണ്. പലരുടെയും സഹായങ്ങളും പിന്തുണയും ഉണ്ടായിരുന്നു ഇതുവരെ എത്താനായിട്ട്. ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ എനിക്ക് ഇവളെ പഠിപ്പിക്കാനും അതിൻ്റെ കൂടെ നിൽക്കാനും കഴിയും. പക്ഷേ അല്ലാതെയുള്ള നമുക്ക് ഭാരിച്ച ചിലവുകളുണ്ടല്ലോ, അതിനൊക്കെ ഒരുപാട് സഹായം. ഇന്നലെ ഇപ്പം നിങ്ങളുടെ മീഡിയ സപ്പോർട്ട് കൊണ്ടിട്ട് തന്നെ ഈ മോൾക്ക് ഇന്നലെ ജോസ് മാവേലി എന്ന് പറഞ്ഞ സാറ് 25,000 ക്യാഷ് പ്രൈസായിട്ട് ഇന്നലെ കൊടുത്തു. കാര്യം അവളുടെ വീഡിയോ ലൈവായിട്ട് കണ്ടിട്ട് അത്രയും നന്നായി ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അടുത്ത വർഷമാണേലും അവൾക്കതൊരു ഒരു അനുഗ്രഹമായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നു. അപ്പം അത് നിങ്ങളുടെ മീഡിയ കാരണമാണ്. ഈ മീഡിയയ്ക്ക് വേണം ഞങ്ങളുടെ ഒരു ബിഗ് സല്യൂട്ട്. കാര്യം മീഡിയ ഇല്ലെങ്കിൽ ഞങ്ങളും ഇല്ല. ഇതുപോലെയുള്ള കുരുന്നുകൾ ആരും പൊങ്ങി വരില്ല. മീഡിയയാണ് ഏറ്റവും വലിയ, ഇവരുടെയൊക്കെ ഭാവി നിശ്ചയിക്കുന്നത് തന്നെ പറയാം. കാര്യം ഈ മീഡിയയിലൂടെയാണ് ഓരോരുത്തരും വന്നിരിക്കുന്നത്. അപ്പോൾ അത് എൻ്റെ കുട്ടിയുടെയും ഒരു ഭാവിക്ക് അതൊരു മുതൽക്കൂട്ടായി. അതിന് മീഡിയയ്ക്കാണ് ഞങ്ങളുടെ ഒരു താങ്ക്സ്. അപ്പം ഈ ഒരു മോള് കളിച്ച ദൃശ്യങ്ങളെല്ലാം കാണിച്ചപ്പം അമ്മ എന്താ പറഞ്ഞത്? അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായി, കരയുമായിരുന്നു. ഈ ഒരു നിമിഷം ഇവിടെ ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടല്ലേ ശരിക്കും അമ്മ പോയതല്ലേ? അതെ. അമ്മ അവിടെ ഇരുന്നിട്ടായാലും അത്രയധികം സന്തോഷിച്ചിട്ടുണ്ട്. അതാണ്, അത്തരത്തിലുള്ള നിമിഷങ്ങൾ കൂടിയാണ്, ഇത്തരത്തിലുള്ള വൈകാരിക മുഹൂർത്തങ്ങൾ കൂടിയാണ് ഓരോ കലോത്സവവും. അത്തരത്തിലുള്ള പല കലോത്സവങ്ങൾ, മുൻപുള്ള നടന്നിട്ടുള്ള കലോത്സവങ്ങളെല്ലാം നമ്മളോട് പറഞ്ഞ പല കഥകളുണ്ട്. അതേപോലെ ഈ കലോത്സവവും നമ്മളോട് പറയുന്ന ഒരു ത്യാഗത്തിൻ്റെ, ഒരു യാതനയുടെ, അല്ലെങ്കിൽ സഹിച്ചു തീർത്ത യാതനയുടെ, ഇപ്പോൾ സഹിക്കുന്ന ത്യാഗത്തിൻ്റെ കഥ കൂടിയാണ് ഈ കഥ എന്ന് പറയുന്നത്. ഗോകുലിനോടൊപ്പം പ്രസാദ് കാളിദാസൻ, കേരള വിഷൻ ന്യൂസ്.